ഞാൻ എന്തിനാ അയാളിച്ച് ഞാൻ പറയണം നല്ല കഥയായിരുന്നു. മറ്റേ പരിപാടി എടുക്കാൻ മുണ്ടൂർച്ചെടിക്കും. ഞാൻ എന്തിനാ അയാളിച്ച് ഞാൻ വിചാരിച്ചു പോ ആരെങ്കിലും പറയ അങ്ങ് നിന്ന് പോയി ഞാൻ അങ്ങ് അവിടെ ഒന്നുകൂടെ നീ ആ കഥ ഒന്നുകൂടെ പറ. പറയണം നല്ല കഥയായിരുന്നു. അപ്പത്തെ ഞാൻ സ്കൂളിൽ പോവായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോ ഇല്ല ലൂണയുടെ അച്ഛൻ എന്നെ വിളിച്ച് ലൂണ ദേവന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ ജൂനിയറാ. അങ്ങനെ ഞാൻ ചോദിച്ചു എന്തുവാന്ന് വേറെ നിന്നേക്കാളും ഒരു സിനിമാ താളിലടക്കി ഇരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ആരാന്ന് ചോദിച്ചു. ആൾക്കാരൊക്കെ ഇരിക്കുക. അയാളിങ്ങനെ ഓർക്കോ അതിന്റെ ഇപ്പൊ പറയടാ ആ ചാന്തോട്ടില്ല ദിലീപ്. ഞാൻ അവിടെ ആളെ കേട്ട് അടുത്ത ലിഫ്റ്റ് അടിച്ച് ആ സ്കൂളിൽ പോയി. ലിഫ്റ്റ് കിട്ടിയില്ലാതെ കുറെ പേര് എൻജോയ് ചെയ്യാറുണ്ട്, ഷൈൻ ചെയ്യാറ്. എടാ അപ്പഴേ നീ മറ്റേ പരിപാടി എടുക്കാൻ നിന്റെ മുണ്ടൂർച്ചെടി സാധനം ഇറക്കാൻ ഷഡ് ഇട്ടിട്ടില്ലാതെ. ഇതെന്തുവാ അത് ബഡ് പ്ലഗ് എന്നറിഞ്ഞ അതെന്ന് വെച്ചാല് ചെവി കുത്തുന്നേ. ഞാൻ വിചാരിച്ച മറ്റേ മൈക്കാന്ന്. നീ ബഡ് പ്ലഗ് യൂസ് ചെയ്തിട്ടുണ്ട് മുമ്പ്? നീ എന്തോ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യണ മറ്റേ മൈക്ക് ഓർഡർ ചെയ്തൂടായിരുന്നോ? ഇല്ല ഒരു റൗണ്ട് ഇരിക്കുന്ന സാധനം ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്ന ഇവിടെ കാന്തൊക്കെ ഉള്ള 10,000 കൂടി ഉണ്ടല്ലേ? അത്ര ഉണ്ടോ? ഞാനും താടിയൊക്കെ അങ്ങ് എടുത്തു. ആ മനസ്സിലായി ഇപ്പൊ കൊള്ളാം. ഇത്ര താടി എനിക്ക് ഉണ്ടായിരുന്നു, വടിച്ചു കളഞ്ഞു പോയി. എന്തിനാ ചാന്തോട്ടേന്ന് വിളിക്കാനാണല്ലോ. അപ്പൊ കൊള്ളാം. അതൊക്കെ ട്രെൻഡ് ആക്കാനായിട്ടാ ഒരു മുണ്ടും ഒരു ജുബയും. നല്ലൊരു റൈസ് ആണ് അറിയാവുന്ന പുള്ളി അല്ല അവൻ പറഞ്ഞു അതല്ല ഇപ്പൊ പല്ല കൊച്ചേ നീ സ്വപ്ന You will be my master. എന്ത്